നമ്മുടെ വേടൻ എന്ന് പറഞ്ഞൊരു തോലനുണ്ടല്ലോ, കൊച്ചിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതാണ്. റാപ്പർ വേടനും സംഘവും ചെയ്ത് തെറ്റെന്ന് വെച്ചാൽ അവൻ ഉണ്ടാക്കി കൊടുത്ത പ്ലാറ്റ്ഫോമിൽ സാമൂഹ്യ വിരുദ്ധരെല്ലാം കൂടെ നരേന്ദ്രമോദിക്കെതിരെ പറയുന്ന കാര്യങ്ങൾ. ഒരുപാട് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ പെർഫോം ചെയ്യാൻ. ദിസ് ഈസ് നോട്ട് എ ഷോ, ദിസ് ഈസ് എ പ്രൊട്ടസ്റ്റ്. ദിസ് ഈസ് നോട്ട് എ ഷോ, ദിസ് ഈസ് എ പ്രൊട്ടസ്റ്റ്. ദിസ് ഈസ് നോട്ട് എ ഷോ, ദിസ് ഈസ് എ പ്രൊട്ടസ്റ്റ്. കം ഓൺ ഗയ്സ്, കം ഓൺ, കം ഓൺ, കം ഓൺ. ചുമടുത്തട മതിയാക്കട നിന്റെ ഇന്നരബലി ഈ ചാണകം തിന്നുന്ന ടീച്ചൊക്കെയാണല്ലോ PM എന്റെ കത്താലി. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളാണ്. സത്യത്തിൽ ഇത് കേന്ദ്രത്തിലെ മോഡി സർക്കാരിനെതിരായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജന്തർ മന്ദറിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടികളോട് ഐക്യദാർഢ്യം അറിയിക്കാനും വേണ്ടി നടത്തിയ പരിപാടിയാണ്. നാട്ടുകാരുടെ കൈയ്യടി മേടിക്കാനുള്ള തന്റെ പതിവ് ഷോ ഉണ്ടല്ലോ, അത് അർജുനോട് വേണ്ട. അതിനെ ആ ഒരു സ്പിരിറ്റിൽ പരിഗണിക്കാനായിട്ട് നമ്മുടെ കേരള പോലീസിന് സാധിച്ചില്ല. പോലീസ് നോക്കിയപ്പോൾ ചില ആളുകൾ നിയമവിരുദ്ധമായി സംഘം ചേരും, അല്ലെങ്കിൽ മുൻകൂർ അനുവാദം വാങ്ങാതെ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ ശ്രമിക്കും. പോലീസ് ആക്ട് പ്രകാരം അത് തെറ്റാണ്. രാജ്യത്തെ നിയമം അനുസരിച്ച് അത് ശരിയായ നടപടിയല്ല. അപ്പോൾ പിന്നെ പോലീസ് എന്ത് ചെയ്തു? പോലീസ് കണ്ട വഴി കേട്ട വഴി, കേട്ട പാതി കേൾക്കാത്ത പാതി എന്ത് ചെയ്തു? കേസ് രജിച്ചു. ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. അങ്ങനെ വേടൻ, നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തക KK ഷാഹിനെ ഒക്കെ പ്രതികളായിട്ട് ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുക. ഒന്ന് ആലോചിച്ചു, വേടൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹാനായ കലാകാരനാണ്. ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ തരം കേസുകളാണ് കോടതിയിലുള്ളത്. അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിലുള്ള അനുമോദനങ്ങളാണ് വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരിൽ കിട്ടിയിട്ടുള്ളത്. ഈ വേടൻ പനമ്പള്ളി നഗറിൽ പരിപാടി അവതരിപ്പിക്കാമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാരുടെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടാണോ? ഒന്നുമല്ല. പുള്ളി രാജ്യത്തെ വ്യവസ്ഥയോടുള്ള എതിർപ്പുകൊണ്ടാണ്, അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ തീവ്രമായ വിയോജിപ്പുകൊണ്ടാണ്. ഇതാ ഒരു കുഴപ്പം, ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനെ, അങ്ങനെ ഒരു മഹാനായ വ്യക്തിയെ ഇങ്ങനെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ശരിയല്ല. ഹലോ ഗായ്സ്, ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് കേട്ടങ്ങള് പോലീസുകാരെ അങ്ങനെ ഓടിച്ചിട്ട് കുത്തി ഇതാക്കണോട്ടങ്ങള്. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? കോഴിക്കോട്ടുകാരനായ ഒരു യുവാവ് അനസ് എന്ന് പറയുന്ന പുള്ളിയുടെ പേര്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ഡൽഹിയിലെ പാറ്റ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതിൽ തെറ്റൊന്നുമില്ല. ആ കൂട്ടത്തിൽ പുള്ളി ഒരു കാര്യം പറഞ്ഞു, ഇത് ഭയങ്കര ഹരാടാ, കയ്യിലോല് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറിൽ നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. അപ്പൊ അവിടെയും കത്തിപ്പരിപാടി ആയിരുന്നല്ലേ? ആമാ, നമ്മൾ പഠിച്ച തൊഴിൽ വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ സുശീല? അത് ശരിയാ. എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. എടാ കയ്യിലോലൊക്കെ പോട്ടാ. എടാ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പല്ലേ ഹിസ്റ്റോറിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞല്ല നേപ്പാൾ, അതിന്റെ മുമ്പത്തല്ല ശ്രീലങ്ക, അതിന്റെ മുമ്പത്തല്ല ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ? മനസ്സിലാവുന്നു. ഇന്ത്യ കത്തിക്കാൻ അവസരം കിട്ടിയാൽ കത്തിക്കുന്നവനവൻ. ഒരു പ്രത്യേക ജീവിതല്ലേ. ഇന്നലെ ഞാൻ എന്തൊക്കെയോ ഉറക്കത്ത് കാണണേ, ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങള് മൂന്നാളും ഒരു PNG ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയിലേ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ ജൻസികള് പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാ. അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞല്ല നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ, പാർലമെന്റിന്റെ മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കുന്ന അവിടെ കണ്ട് മൂത്രയിക്കണേ, ഓരോരുത്തർ കിസ് അടിക്കണേ, അങ്ങനത്തെ പല പല സീന് വരാണ്ടാ. പോയി പങ്കെടുക്കടാ. പുള്ളി വിളിച്ചു പറഞ്ഞത് കേട്ട വഴി കേൾക്കാത്ത വഴി കേരള പോലീസ് കേസ് രജിച്ചു. കഷ്ടായി പോയി, വെടിവെച്ച് കൊല്ലണപ്പം അതിനെ. പക്ഷെ ആ കേസ് എടുത്തിരിക്കുന്നത് BJP-കാരൻ കൊടുത്ത പരാതിയിലാണ്. എന്തുകൊണ്ടൊരു കോൺഗ്രസ്സുകാരൻ പരാതി കൊടുത്തില്ല? എന്തുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പരാതി കൊടുത്തില്ല? എന്തുകൊണ്ടൊരു മുസ്ലിം ലീഗുകാരൻ പരാതി കൊടുത്തില്ല? എന്തുകൊണ്ടൊരു SDPI-കാരൻ പരാതി കൊടുത്തില്ല? ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ സ്വപ്നം കാണുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായ സാഹചര്യം ഉണ്ടായപ്പോൾ പ്രതീക്ഷ കൈവരികയും വിളിച്ചു പറയുകയും ചെയ്തതാണ്. ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, യുദ്ധാന്തരീക്ഷം ഉണ്ടായാൽ ഇത്തരക്കാർ നമുക്കൊപ്പം നിൽക്കും എന്നതിന്റെ ഒരു തെളിവുമില്ല. ലോകത്തെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ഭീകരവാദികൾ ജീവിക്കുന്നത് നമ്മുടെ ഇടയിലാണ്, കേരളത്തിലാണ്. അവർക്ക് ഈസി ആയിട്ട് മാരകായുധങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് മാത്രം അടങ്ങി ഒതുങ്ങി കഴിയുന്നതാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു ശക്തിയാണ്, അതുകൊണ്ട് മാത്രമാണ് ഇവറ്റകൾ അടങ്ങിയിരിക്കുന്നത്. അപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ അവസരം വീണ് കിട്ടിയാൽ അവിടെ മുതലെടുക്കാൻ വേണ്ടി നോക്കും. അവന് പറ്റത്തില്ലെങ്കിൽ അവൻ ആൾക്കാരെ പറഞ്ഞു വിടാനും നോക്കും. ഇവരൊക്കെ ഇന്ത്യയിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് മാത്രം ഇന്ത്യയുടെ ജനാധിപത്യത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന പരാന്നഭോജികളാണ്. ഇത്തരം രാജ്യദ്രോഹികളുടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. പിന്നല്ലാതെ ഇതൊക്കെ കണ്ട് ബുദ്ധിയും ബോധവും ഇല്ലാത്ത എത്രയോ പിള്ളേര് ഇത് ശരിയാണെന്ന ധാരണയിൽ ഇവൻ പറഞ്ഞതുപോലെ കല്ലും കട്ടയെടുത്തോണ്ട് പോലീസിനെ എറിയാനും നമ്മുടെ ഭരണഘടന പിച്ചു കീറാനും അതേപോലെ തന്നെ പാർലമെന്റ് തകർക്കാനും ഒക്കെ കച്ചകെട്ട് ഇറങ്ങി പോവില്ലേ? ഇവൻ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞാൽ മതിയല്ലോ. അതിന്റെ ഒരു ലൈൻ അതാ അല്ലേ?
അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി ആദരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി തന്നെ നെഞ്ചിയിൽ ഒരു കീർത്തി മുദ്ര കുത്തി കൊടുക്കുന്നതിന് പകരം ഈ പാർലമെന്റ് ആക്രമിക്കണം എന്ന് പറഞ്ഞ തെറ്റിൽ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് രജിച്ചു. പുള്ളി ആകെ പുലിവാലായിരിക്കും. ആകെ വൈറലായി, മൊത്തത്തിൽ ഇതായി പ്രശ്നമായി. ഒരു ചെറിയ ശിക്ഷ നിനക്ക് വേണം. ഒരു നാടിനെ തന്നെ, ഒരു രാജ്യത്തിനെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കലാപ ആഹ്വാനമാണ് അവർ നടത്തിയത്. ഇത്തരക്കാർക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാൻ എന്ത് കുറവാണുള്ളത്? അവർക്ക് സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവിടെ കുറവുണ്ടോ? ഒരു പക്ഷേ മറ്റ് ആളുകൾക്ക് കിട്ടുന്നേക്കാൾ കൂടുതൽ പരിഗണന അവർക്ക് കിട്ടുന്നില്ലേ? പിന്നെ ഇവനൊക്കെ എന്തിന്റെ സൂക്കേടാണ്? അതെ, ഒറ്റ സൂക്കേടേ ഉള്ളൂ, മതം മതം മതം. ഭ്രാന്ത് പിടിച്ച മതഭ്രാന്ത്. ഇനി എന്നാണോ ഇവരൊക്കെ പഠിക്കുക? ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് അധികം വൈകാതെ തന്നെ പുള്ളി അത് പിൻവലിച്ചു. മാത്രമല്ല മാപ്പും പറഞ്ഞു. അറിവില്ലായ്മ കൂടെ പറ്റിപ്പോയതാണ്. മാപ്പേ എന്ന് പറഞ്ഞു. ഫസ്റ്റ് തന്നെ എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടിനി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ലീഗൽ അഡ്വൈസർ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇവരെല്ലാ കാലത്തും എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. വലിയ വീരവാദം മുഴക്കും, അതിനുശേഷം പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ തല്ലുകെട്ടി ഓടി തള്ളിക്കഴിയുമ്പോൾ ഏരവാദം മുഴക്കും. അത്തരപ്പെട്ടവരിൽ ഒരുത്തൻ മാത്രമാണ് ഇവൻ. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, ആ വീഡിയോ ഞാൻ ഇട്ടത് ഇന്ത്യയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. അപ്പത്തെ എന്തോ ഒരു ആവേശത്തില് എങ്ങനെയോ ഞാൻ ഈ സാധാരണ വീഡിയോ ചെയ്യണാണ്, പക്ഷെ അപ്പൊ എങ്ങനെ എന്താ ഞാൻ പറഞ്ഞതെന്ന് എനിക്കൊരു ഇതുമില്ല, അറിയാതെ പറ്റിപ്പോയി. അപ്പൊ അതിന് ഞാൻ എല്ലാവരോടും സോറി പറയാണ്. കത്തിക്കാൻ അവസരം നോക്കി കത്തുമെന്ന് കണ്ടപ്പോൾ അതിനകത്ത് പങ്കെടുക്കാൻ ആൾക്കാരെ ആഹ്വാനം ചെയ്യുന്നതാണ്. ഇവൻ മാപ്പ് പറഞ്ഞതെന്ന് പറയാൻ ഇവിടെ നാളെ അവന് നിലനിൽപ്പുണ്ടാകുന്ന ഒരവസ്ഥയില്ലെന്ന് കണ്ടുകൊണ്ട് മാപ്പ് പറഞ്ഞതാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നരേന്ദ്രമോദിയുടെ പേര് മുഹമ്മദ് മോദി എന്നായിരുന്നെങ്കിൽ അവർക്കൊരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നായി പോയില്ലേ? അത് മാത്രമാണ് ഇവറ്റകളുടെയൊക്കെ പ്രശ്നം. കഷ്ടം. മുസ്ലിം അല്ലാത്ത ഒരു ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കാൻ പറ്റാത്ത ഒരൊറ്റ പ്രശ്നം മാത്രമാണ് അവരുടെ പ്രശ്നം. ലോകം മുഴുവൻ അവരുടെ കീഴിൽ കൊണ്ടുവരണം എന്ന രീതിയിലാണ് നടക്കുന്നത്. 70% മുകളിൽ ഈ കൂട്ടർ അല്ലാത്ത ആളുകളാണ് സമാധാനവും ശാന്തിയുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. അവരെ കൂടി തുലയ്ക്കുന്ന പരുവത്തിലുള്ള ആളുകളാണ് ആ കൂട്ടത്തിലുള്ളത്. അത് എന്തിനാ ഈ ഒരുപാട് എണ്ണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ 5-6 എണ്ണം മാത്രം മതി ഒരു നാട് തന്നെ മുടിയാൻ. നീ ഒന്നും ജീവിതകാലത്ത് നന്നാവില്ലടാ. മാപ്പും കോപ്പൊക്കെ അവൻ 4 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. ഇത് പണ്ടത്തെ ഇന്ത്യ അല്ല, ഇത് പുതിയ ഭാരത. ആ പറഞ്ഞതിനൊക്കെയുള്ള നിയമ നടപടി അവനൊക്കെ അനുഭവിക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സർക്കാരിന്റെ കരളലിയുന്നില്ല, ആഭ്യന്തര വകുപ്പിന്റെ കരളലിയുന്നില്ല, പോലീസിൽ നിന്ന് യാതൊരു നീതിയും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ഭയങ്കരമാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ. ഈ സാമൂഹ്യ വിരുദ്ധൻ, ഈ രാജ്യദ്രോഹി, ഇവൻ എത്ര മാപ്പ് പറഞ്ഞാലും അവന് മാപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. ഇത് കേന്ദ്രം ഭരിക്കുന്ന അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലല്ല, ഇത് കോൺഗ്രസിന്റെ അധ്യക്ഷതയിൽ ഭരണം നടക്കുന്ന കേരളത്തിലാണ്. വേടൻ ഇവിടെ കൊടുക്കുന്ന മെസ്സേജ് കണ്ടില്ലേ? വേടൻ സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് പറയാൻ വയ്യാത്ത ഭാഷയാ പിള്ളേരെ വിളിച്ച് ഇവരെന്ന് മറ്റേ മക്കളെ മൈക്കിൽ കൂടെ അതിന് കൈയടിക്കുക. താഴെ നിന്നിട്ട് രഞ്ജിനികദാസ്, അതൊക്കെ പിന്നെ വേസ്റ്റ് ഐറ്റമാണ്. ഞാൻ കോൺഗ്രസ്സുകാരനല്ലെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയാണെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഊഹിച്ചു നോക്കിയാൽ. പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയ മരത്തിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന്. ചവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഈ ഡൽഹി സമരത്തിന്റെ സകല വിധത്തിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഈ വേടനും അതുപോലെ തന്നെ നമ്മുടെ അനസിനും മംഗളാശംസകൾ നേർന്നുകൊണ്ട് എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. അവർക്ക് പോലീസിന്റെ പീഡനം ഇനിയും അധിക ദിവസം സഹിക്കേണ്ടി വരരുതേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട പറയുന്നു. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.